ശേഷം അനന്തയും രാജേഷും മണ്ഡപത്തിൽ ഇരിക്കുന്നു. ഈ എപ്പിസോഡ് മുതൽ രാജേഷിന് പുതിയ മുഖമാണ്. മണ്ഡപത്തിൽ രാജേഷ് ഇരിക്കുന്നത് കാണുന്ന സുവർണ ദേഷ്യത്തോടെ നിൽക്കുന്നു. ഈ പറഞ്ഞത് ഞാൻ കുട്ടികളെ ഇവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടാണ് മാറ്റിയത്. കാരണം അവരുണ്ടെങ്കിൽ പഴയ കഥകളൊന്നും പറയാൻ കഴിയില്ല. അതുമല്ല ഇവിടെയുള്ള എല്ലാവരും എന്റെ ആളുകളാണ്. പൂജാരി പോലും എന്റെ ആളാണ്. ഇവിടെ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. വിവാഹം നടക്കാൻ വേണ്ടിയല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് പറയുന്നത് കേൾക്കുന്ന രാജേഷ് സന്തോഷത്തോടെ അച്ഛന്റെ ഈ പ്ലാനിനെ കുറിച്ച് എന്നോട് നേരത്തെ പറയാത്തത് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പർമീത് ഞാൻ എന്റെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനന്തയെ നോക്കി ഇനി പറയേണ്ടത് നീയാണ്. നീ ആരാണെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് പർമീത് അലറിക്കൊണ്ട് നീ ഒരു ഇച്ഛാധാരി നാഗിനി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇത് ഒരു സാധാരണ നാഗമല്ല. ഈ നാഗത്തിന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ട്. ശിവന്റെ ആശീർവാദവും വിഷ്ണുവിന്റെ വരദാനവും കിട്ടിയ ആ നാഗമാണിക്യം സൂക്ഷിക്കുന്നത് ശേഷനാഗിനിയാണ്. ആ ശേഷനാഗിനി ഈ അനന്തയാണെന്ന് അനന്തയെ ചൂണ്ടിക്കാണിച്ച് പർമീത് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. പർമീത് ഗിരിയുടെ അടുത്ത് പോയിട്ട് ഗിരിയുടെ ഡ്രസ്സിന്റെ കോളറിൽ പിടിച്ച് അനന്തയോട് നാഗമാണിക്യം തന്നാൽ അച്ഛനെ വെറുതെ വിടാം. കുംഭമേള കഴിഞ്ഞ് ഈ രാജ്യം നശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റ് ഒന്നും വരില്ല. അതോടെ ഞങ്ങളുടെ ജോലി കഴിയും. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാം. നാഗമാണിക്യം മാത്രം തന്നാൽ മതി എന്ന് പറയുകയാണ് പർമീത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കയ്യിൽ നാഗമാണിക്യവും ഇല്ല. ഞാൻ നാഗിനിയുമല്ല എന്ന് പറയുകയാണ് അനന്ത. അത് കേട്ട് ദേഷ്യം വരുന്ന പർമീത് ഗിരിയുടെ വയറിൽ കത്തിക്കൊണ്ട് കുത്തുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അച്ഛൻ വീണു കിടക്കുന്നത് കാണുന്ന പൂർവ്വി അലറി വിളിച്ചുകൊണ്ട് ഗിരിയുടെ അടുത്തേക്ക് ഓടി വരുന്നത് കാണുന്ന പർമീത് പൂർവ്വിയെയും കത്തിക്കൊണ്ട് കുത്തുകയാണ്. എന്നിട്ട് പൂർവ്വിയുടെ അടുത്ത് പോയിട്ട് പർമീത് നിന്നെ ഇപ്പോൾ കൊന്നിട്ട് ഒരു പ്രയോജനവുമില്ല. നീ എല്ലാവരും ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണണം. എല്ലാവരും മരിച്ചതിന് ശേഷം നിന്റെ നമ്പർ വരുമെന്ന് പറയുകയാണ് പർമീത്. ഈ സമയം ഗിരി അനന്തയെ ഗിരിയുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഗിരി അനന്തയോട് പതുക്കെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നാഗിനി പൂർവ്വിയാണെന്നും പൂർവ്വി ജനിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യം നടത്താൻ വേണ്ടിയാണെന്നും അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവളുടെ പേര് നിനക്ക് തന്നതെന്നും പറയുകയാണ്. എനിക്ക് സമയം വളരെ കുറവാണ്. നീ പൂർവ്വിയെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുന്ന പർമീത് നിങ്ങൾ രണ്ടുപേരും എന്ത് നാടകം കളിച്ചാലും നീ തന്നെയാണ് നാഗിനി എന്ന് പറയുകയാണ്. ദേഷ്യം വരുന്ന പർമീത് അനന്തയുടെ തലമുടി പിടിച്ചുകൊണ്ട് നാഗമാണിക്യം തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പർമീത് അനന്തയെ തറയിലേക്ക് തള്ളിയിടുകയാണ്. വീഴ്ചയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന അനന്തയുടെ അടുത്ത് കത്തിയുമായി പോകുന്ന പർമീത് അനന്തയോട് നിങ്ങൾ നാഗങ്ങളുടെ നട്ടലിൽ കുത്തിയാൽ നിങ്ങളുടെ ശക്തികൾ കുറയുമെന്ന് പറഞ്ഞ് പർമീത് അനന്തയെ കുത്താൻ പോകുമ്പോൾ ഇതിനിടയിൽ വരുന്ന പൂർവ്വിക്ക് ആ കുത്ത് കിട്ടുകയാണ്. ശേഷം സുവർണ ശാലിനിയെ കുത്തുകയാണ്. അവരെല്ലാവരും മാറി മാറി ശാലിനിയെ കുത്തി കൊല്ലുകയാണ്. ഇതെല്ലാം കണ്ട് മരവിച്ചതുപോലെ ഇരിക്കുകയാണ് പൂർവ്വി. പിന്നെ രാജേഷ് പൂർവ്വിയുടെ കൂടെ വന്ന ബന്ധുക്കളെ എല്ലാവരെയും കൊല്ലുകയാണ്. രോഹനെ അർജുനും കിരണും കൂടി കുത്തിയും വെട്ടിയും കൊല്ലുന്നു. അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുകയാണ്. അനന്തയെ രാജേഷ് കുത്തുകയാണ്. കുത്തുകൊണ്ട് വീഴുന്ന അനന്തയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണ്. പൂർവ്വി ഇഴഞ്ഞെഴിഞ്ഞ് അനന്തയുടെ അടുത്ത് പോയി അനന്തയോട് കണ്ണു തുറക്കാൻ പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ കണ്ണു തുറക്കുന്ന അനന്ത പൂർവ്വിയോട് അച്ഛൻ പറഞ്ഞു നീയാണ് നാഗിനി എന്ന്. അച്ഛൻ നിന്നെ രക്ഷിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെയല്ല അവരോട് പറഞ്ഞത്. അടുത്ത ജന്മം എന്റെ കുഞ്ഞ് നിന്നെ ചെറിയമ്മ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് അനന്ത മരിക്കുകയാണ്. അനന്ത മരിച്ചു കിടക്കുന്നത് കണ്ട് അലറി വിളിച്ച് കരയുകയാണ് പൂർവ്വി. ഈ സമയം പൂർവ്വി ആര്യൻ പോകുന്നത് കാണുകയാണ്. അത് കാണുന്ന പൂർവ്വി അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ പതുക്കെ സ്റ്റെപ്പിലൂടെ കയറി ആര്യന്റെ അടുത്തേക്ക് പോവുകയാണ്. മദ്യപിച്ച് വരുന്ന ആര്യൻ പൂർവ്വിയെ കാണുകയും പൂർവ്വിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. പൂർവ്വിയോട് എന്താണ് സംഭവിച്ചതെന്ന് ആര്യൻ ടെൻഷനോടെ ചോദിക്കുമ്പോൾ പൂർവ്വി നിങ്ങളുടെ വീട്ടുകാർ എന്റെ അച്ഛനെയും അമ്മയെയും രോഹനെയും ചേച്ചിയെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. അവരെല്ലാവരെയും രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പൂർവ്വി ആര്യൻ അവിടെ നടക്കുന്നതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ആര്യൻ അത്ഭുതത്തോടെ ഷോക്കായി അവിടെ നടക്കുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന പൂർവ്വി ആര്യനോട് ഇവിടെയുള്ള ആരും ഈ നാട്ടുകാരല്ല, പക്ഷേ സാർ അവരെ പോലെ അല്ല എന്ന് എനിക്കറിയാം. പ്ലീസ് സാർ എന്റെ ഫാമിലിയെ രക്ഷിക്കണം സാർ എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് പൂർവ്വി. അതെല്ലാം നോക്കി നിൽക്കുന്ന ആര്യൻ പൂർവ്വിയോട് ഞാൻ നിനക്കൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആര്യൻ പൂർവ്വിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആര്യൻ പറഞ്ഞത് വിശ്വസിച്ച് ആശ്വാസത്തോടെ നിൽക്കുകയാണ് പൂർവ്വി. അപ്പോൾ ആര്യന്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. ആര്യൻ പൂർവ്വിയോട് എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ് ആര്യൻ പൂർവ്വിയെ കുറേ പ്രാവശ്യം കുത്തുകയാണ്. എന്നിട്ട് പൂർവ്വിയോട് വേദനിക്കുന്നുണ്ടോ പൂർവ്വി, എനിക്ക് എല്ലാം അറിയാമായിരുന്നു. നീ നിന്റെ ചെറിയ കണ്ണുകൾ കൊണ്ട് എന്നെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്നതും നിന്നെ പോലുള്ള ഒരുത്തിയെ എന്നെ പോലുള്ള ഒരാൾ എങ്ങനെ പ്രണയിക്കാനാണ്? ഒരിക്കലുമില്ല. എന്നെ പ്രണയിച്ചതിന് ശിക്ഷയുണ്ട് പൂർവ്വി. എന്നെ പ്രണയിച്ചതിന് ഞാൻ തരുന്ന ശിക്ഷ മരണമാണ് എന്ന് പറഞ്ഞ് പിന്നെ ആര്യൻ പൂർവ്വിയെ കുത്തുകയാണ്. എന്നിട്ട് ആര്യൻ പൂർവ്വിയോട് ഇതിന്റെ ഫാമിലിയാണ്, എന്ത് ചെയ്താലും ഞാൻ അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. നീ എനിക്ക് തടസ്സം മാത്രമാണ്. ആ തടസ്സത്തെ ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് ആര്യൻ പൂർവ്വിയെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. പൂർവ്വി വീഴുന്നത് കണ്ട് ചിരിച്ചു നിൽക്കുകയാണ് ആര്യൻ. പൂർവ്വിയുടെ ഫാമിലിയെ കൊന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് പൂർവ്വി കാണുകയാണ്. ശേഷം പൂർവ്വിയുടെ നാഗത്തിന്റെ കണ്ണുകൊണ്ട് പൂർവ്വി എല്ലാവരെയും നോക്കുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.